ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ജഡ്ജസിന്റെ കണ്ണിൽ കരടായ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? അതായത് ജഡ്ജസ് ഇതെന്തെന്നാ അതൊന്ന് മാറ്റി നിർത്തിയ 2-3 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇനി അവരെങ്ങാനും അടുത്ത എപ്പിസോഡിലൊക്കെ പിടിച്ചു കയറിയാലോ? അത് മാത്രമല്ല, ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ജഡ്ജസിനെ ഇംപ്രസ് ആക്കിയ 2-3 കണ്ടസ്റ്റൻറ്റും ഉണ്ട്. റനീഷയുടെ ആങ്കറിങ് എങ്ങനെയുണ്ട്? ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയ്യേ വേണ്ട, ഒരാളും കൂടെ വേണമായിരുന്നു, വരുത്തി ചെയ്യുന്ന പോലെയുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ജഡ്ജസിൻ്റെ കണ്ണിൽ കരടായ ആൾക്കാർ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ എല്ലാം ഓൾ ഇട്ടേക്കണം. കാര്യം നിങ്ങൾക്ക് ഇനി തൊട്ട് നമ്മുടെ വീഡിയോ വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു. ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് വന്നു കഴിഞ്ഞു. ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് കിടപ്പുണ്ട്. എല്ലാവരും പോയി കാണുക. കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ കണ്ടു കഴിഞ്ഞവർ പറയുക അഭിപ്രായം. ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലുള്ള ഇംപ്രഷൻ എങ്ങനെയാണ്? അതായത് ഓൾറെഡി 3 പേർക്ക് പെൻഡൻ കിട്ടി അല്ലേ? 3 പേർക്ക് പെൻഡൻ കിട്ടി. ആ പെൻഡൻ കിട്ടിയ ശേഷം ആ പെൻഡൻ കിട്ടി അവിടെ ഇരുന്നോട്ടെ, പക്ഷേ ഇൻട്രൊഡക്ഷൻ ഓരോ ഈ 20 പേരെയും 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്തു. അഖിലിൻ്റെ ടീം, റിയാസിൻ്റെ ടീം, രഞ്ജിനിയുടെ ടീം. അതിൽ റിയാസിനും രഞ്ജിനിക്കും 7 പേര്, അഖിലിന് 6 പേര്. അങ്ങനെയാണ് ടീം ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു ടീമിലുള്ള ആൾക്കാർ തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഓക്കെ, ആ സമയത്ത് ഓരോ ടാസ്ക് ചെയ്യാം. അതായത് ആദ്യം റിയാസിൻ്റെ ടീമിനെ വിളിച്ചു. അവർ മത്സരത്തിന് മുന്നേ അവർ ഓരോരുത്തരെ ഇൻട്രോ ഇട്ട് ആ ഇൻട്രോ സമയത്താണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം ഇഷ്ടപ്പെടാത്തവരെ കുറിച്ച് പറയാം അല്ലേ? ഇഷ്ടപ്പെടാത്തവർ കണ്ണിൽ കരടായ ആൾക്കാർ. ഫസ്റ്റ് ആളെന്ന് പറയുന്നത് വർഷയാണ്. വർഷ ഞാൻ പറഞ്ഞില്ലേ, ഓവർ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, നമുക്ക് ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യണം, എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഇമ്പ്രസ് ചെയ്യണം, അങ്ങനെയുള്ള ലെവലിലേക്കൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. സോ വർഷയുടെ കയ്യിൽ നിന്ന് വന്നത് രഞ്ജിനി എന്തോ ചോദിച്ചു, ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ആരാണ്, അതായത് എക്സ് കണ്ടസ്റ്റൻറ്റ്, ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എടുത്തടി തന്നെ പറഞ്ഞു, വർഷ എന്നാണെന്ന് തോന്നുന്നു, എടുത്തടി തന്നെ പറഞ്ഞു എന്താണ്, രഞ്ജിനി ചേച്ചിയൊക്കെ ജയിച്ചാൽ മതി. പക്ഷേ രഞ്ജിനി ഉടനെ ഇത് കയ്യോടെ പിടിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, രഞ്ജിനിയുടെ ഇവരുടെ കയ്യിൽ എല്ലാ ജഡ്ജസിൻ്റെ എല്ലാവരുടെയും കയ്യിൽ ഇവരുടെ ബയോ ഉണ്ട്. ഇവർ അവിടെ പുറത്ത് വെച്ച് എഴുതി കൊടുത്ത ബയോ ഉണ്ട്. അതിനകത്ത് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഇതെടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് പേളീനെയാണ്. അപ്പം രഞ്ജിനി ഇവിടെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ ബയോയിൽ പറഞ്ഞത്. അല്ല, എന്നെ പറഞ്ഞോണ്ടല്ല, പക്ഷേ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് വേറൊരാളെയാണ്. ഇതിലിപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ വേറെയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു നെഗറ്റീവായി. ഓക്കെ, പക്ഷേ വർഷ അത് തിരിച്ച് പിടിച്ചെടുക്കുമെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അഭിറാം എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റ്. എനിക്ക് പേര് തെറ്റിയോ ഇല്ലെന്ന് അറിയില്ല. അഭിറാം ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അഭിറാമിനെ ജിം ട്രെയിനറാണ്. അതിനകത്ത് അഭിറാമിനോട് ഇതിപ്പോൾ നമ്മൾ കുറേ പഠിച്ചിട്ട് വന്നിട്ട് നമ്മൾ അതിങ്ങനെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ കാരണം, പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ചിലവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും സംസാരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അവർ ഇംഗ്ലീഷിൽ നന്നായിട്ട് എന്തോ എനിക്കറിയില്ല, അതൊരു ചിലപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചിട്ട് വരുന്നതായിരിക്കും ആ വരികളെല്ലാം. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ കുറച്ചൊരു അബദ്ധത്തിൽ പെട്ടുപോയ 2-3 പേരുണ്ട്. നമ്മൾ കഴിയുന്നത് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ലാംഗ്വേജ്, ഈസി ആയിട്ടുള്ള ലാംഗ്വേജ്, നമുക്ക് ഏറ്റവും കൂടുതൽ കൺവേ ചെയ്യാൻ, ഓഡിയൻസിനെ കൺവേ ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും കാണാതെ പഠിച്ചുകൊണ്ട് വന്നിട്ട് അത് ഛർദ്ദിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പണി പാളും. കാര്യം ജഡ്ജസ് എപ്പോഴും അവരവിടെ നല്ല ഫ്രീ ആയിട്ട് അവരവിടെ ഇരിക്കുകയാണ്. നമ്മളാണ് അവിടെ ഹോട്ട് സീറ്റിൽ നിൽക്കുന്ന പോലെ നമ്മളവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കാണാതെ പഠിച്ചതെല്ലാം പോകും. സോ എപ്പോഴും നിങ്ങൾ വളരെ റിയൽ, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. നേരെ അവരുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. അത് നിങ്ങളുടെ ഇമോഷൻ അവരിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ആ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഭാഷ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ ആ ഭാഷ നിങ്ങൾക്കും വളരെ സുഖകരമായിരിക്കണം, കേൾക്കുന്നവർക്ക്. അതപ്പോൾ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ അഭിറാമിന് ഇവിടെ പറ്റിയത്, അഭിറാം ആദ്യം ഐ തിങ്ക് ഐ ക്യാൻ എൻ്റർടൈൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ റിയാസ് ചോദിച്ചു, ഐ തിങ്കോ, അതെന്താ തിങ്ക് മാത്രമേ ഉള്ളൂ? അപ്പോഴത്തേക്കും അല്ലല്ല, ഐ ആം ഷുവർ. ഓക്കെ ശരി. അത് കഴിഞ്ഞ ശേഷം ഹൗ വിൽ യു എൻ്റർടൈൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രഞ്ജി ചോദിച്ചപ്പോൾ പുള്ളിക്കാരന് പറയാൻ പറ്റുന്നില്ല. സോ ഇവിടെ പറ്റുന്നത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇതൊക്കെ എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളാണ്. ഇതെല്ലാം എക്സ്പെക്റ്റഡ് ചോദ്യങ്ങൾ. നിങ്ങൾ എങ്ങനെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യും? നിങ്ങൾ എങ്ങനത്തെ കണ്ടന്റ് കൊടുക്കും? നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ പിടിച്ചിരുത്താൻ പോകുന്നത്? ഇതൊക്കെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനൊക്കെ ഓൾറെഡി ഒരു ആൻസർ മനസ്സിൽ കാണുക മാത്രമല്ല, കഴിയുന്നത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ എന്നുള്ള വ്യക്തി വെച്ചിട്ടാണ് ആൻസർ എടുക്കാൻ. അല്ലാണ്ട് വേറൊരാളെ കണ്ടിട്ട്, അല്ലെങ്കിൽ എനിക്ക് ആ കഴിവൊന്നും ഇല്ല എന്നാലും ഞാൻ ഇങ്ങനെ പറയരുത്. നിങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടു. അപ്പോൾ സ്വാഭിറാം ഇവിടെ റിയാസ് ഇങ്ങനെ മണി അടിച്ചു, നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു. കാര്യം
നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് അല്ല അവർ, അതുകൊണ്ടാണ് മണി അടിച്ചിട്ട് അടുത്ത പേഴ്സണിലേക്ക് പോയത്. അങ്ങനെ അഭിറാം. പിന്നെ ഒരു RJ അനഘ. RJ അനഘ അതിനെ റിയാസിൻ്റെ ടീമിലാണ് എടുത്തത് കേട്ടോ. സോ റിയാസ് ഇവിടെ എല്ലാവരും റാൻഡംലി ആണ് ഇവരെ ടീമിലേക്ക് എടുത്തത്. അങ്ങനെ ഇപ്പോൾ ഓരോ ആ മൈക്ക് പിടിച്ചേക്കുന്ന കുട്ടി, ആ ചുവന്ന ഡ്രസ്സിട്ട കുട്ടി, ആ ബ്രൗൺ സ്കിന്നായ സുന്ദരി കുട്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെടുത്തേക്കുന്നത്, അല്ലാതെ വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. അപ്പോൾ അതിനകത്തുനിന്ന് റിയാസ് പറഞ്ഞായിരുന്നു അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടാത്ത ആൾ ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും RJ പെട്ടെന്ന് തന്നെ ഈ അനഘ കൈപൊക്കി, പേര് കറക്റ്റാണെന്ന് അറിയില്ല, അനഘ കൈപൊക്കി. എന്നാൽ പിന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അഖിൽ അവിടെ നിന്ന് കൗണ്ടർ അടിച്ചു, എന്താണ് റിയാസിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ആൾ ആരാണ്, അങ്ങനെയൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജസും തമ്മിൽ ചെറിയ ചൊറിച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. സോ അപ്പം ഇങ്ങനെ വന്നിട്ട് അഖിലിൻ്റെ പൊളിറ്റിക്സിനെതിരാണെന്ന് പറഞ്ഞ് വന്നിട്ട്, പക്ഷേ ആ കുട്ടിയുടെ ആൻസർ ക്ലിയർ ആയിരുന്നു. പക്ഷേ റിയാസിനത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആൻസർ ക്ലിയർ ആയിരുന്നു. അങ്ങനെ റിയാസിൻ്റെ ടീമിലേക്ക് അനഘ വന്നു. അനഘ വന്നിട്ട് ഇൻട്രോയിൽ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനഘ ഉടനെ അഖിൽ മാരാറെന്ന്. അപ്പോൾ റിയാസ് അതെന്ത് സംഭവം, ഇപ്പോഴല്ലേ ഞാൻ ചോദിച്ചപ്പോൾ ഓടിച്ചാടി വന്നതോ അഖിലിന് പൊളിറ്റിക്സ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അനഘ ഇവിടെ ക്ലിയർ ആയിരുന്നു. അനഘ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ക്ലിയർ ആയിരുന്നു, എനിക്ക് അഖിലിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് അഖിലിൻ്റെ ഗെയിം ഇഷ്ടമാണ്. ആസ് എ ഗെയിമർ ബിഗ് ബോസിനകത്ത് എനിക്ക് ഇഷ്ടമാണ്. അതെനിക്കും പറയാനുള്ള കാര്യം, നമുക്ക് ഒരിക്കലും ഒരാളുടെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ പുറത്തുള്ള കാര്യം ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷേ അയാൾ ഗെയിം കളിച്ചത് സൂപ്പറായിരിക്കും. മനസ്സിലായി, നന്നായിട്ട് ഗെയിം കളിച്ചത് ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ പുറത്താണെങ്കിൽ അയാളുമായിട്ട് ഒട്ടും അനുകൂലിക്കാൻ പറ്റില്ല, അയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണം എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയാണ് അനഘ അത് ക്ലിയർ ചെയ്തു. അത് പക്ഷെ റിയാസ് ഓക്കേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. അപ്പം ഇത്രയും പേരാണ് ജസ്റ്റ് ഒരു ഫസ്റ്റ് എപ്പിസോഡ്. ഇനി കൂടുതൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാമേ. ഫസ്റ്റ് എപ്പിസോഡിൽ ഒന്ന് ജസ്റ്റ് കണ്ണിൽ കരടായ കണ്ടസ്റ്റൻസ്, ഈ 3 പേര്. ഇനിയുള്ളത് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പൂജ എന്ന് പറഞ്ഞ പേര് നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നു. ബിക്കോസ് ആ ഒരു ടാസ്ക്, മൺചിത്രത്താഴ് ടാസ്കിനകത്ത് പുള്ളിക്കാരി ഒരിക്കലും വിട്ടുകൊടുത്തില്ല. താഴ് തുറക്കാൻ പറ്റിയില്ലെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചു നിന്നു, വേറൊരാൾക്ക് വിശ്വസിച്ച് കൊടുത്തു. അവസാനം ആ പുള്ളിക്കാരൻ ചതിച്ചു. പിന്നെ പൂജയ്ക്ക് അവസരം കൊടുത്താണ് പൂജ 20ൽ കടന്നുകൂടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജ എന്ന് പറഞ്ഞ പേര് നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ വരും. ഇനി രണ്ടാമത്തെ പേരാണ് ഷിബിന. പൂജേനെ ഒരുവിധം ജഡ്ജസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കാര്യം നെവർ ഗീവ് അപ്പ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ റിയാസ് പൂജേനെ ടീമിലെടുത്തു. ഇനിയുള്ള പേര് ഷിബിന എന്ന് പറഞ്ഞ പേരാണ്. ഷിബിനെ റിയാസും റെജിനിയും കൂടെ എടുത്തതാണ്. അതിനകത്ത് ബ്രൗൺ സ്കിൻ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞിട്ടാണ് ഷിബിന വന്നത്. നല്ല സുന്ദരി കുട്ടി, ഋതിക് റോഷൻ്റെ കൂടെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരുടെ കോൺഫിഡൻസ് ലെവലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ അഖിലിൻ്റെ ടീമിലേക്ക് വന്ന എൽദോയുടെ വർത്തമാനവും അഖിൽ എന്നെപ്പോലെ എന്താണ് എൻ്റെ കൂടെ ജയിച്ച് കയറാൻ പറ്റുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു എൽഡോ വന്നെന്ന് തോന്നുന്നു. എന്നാൽ എൽഡോയുടെ ആ വർത്തമാനമായ രീതിയൊക്കെ ഇംപ്രസ് ആക്കിയിട്ടുണ്ട് അഖിലിനെ. പക്ഷെ ടാസ്കിൽ വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് 3 പെൻഡൻ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കരസ്ഥമാക്കിയ 3 പേർ ആരാണ്? ഷിജിൻ, പാർവതി, പ്രണവ്. ഇവർ 3 അഖിലിൻ്റെയും റിയാസിൻ്റെയും രഞ്ജിനിയുടെയും ടീമിൽ നിന്ന് വന്ന ഇവരുടെ ടാസ്ക് 3 ടാസ്കും സെപ്പറേറ്റ് ആണല്ലോ ചെയ്തത്. അതിനകത്തുള്ള ബെസ്റ്റ് പെർഫോമർ ഇവർക്ക് 3 പേർക്കാണ് പെൻഡൻ കിട്ടിയത്. ഈ പെൻഡന് പ്രത്യേക പവറുണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്. ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഈ ആഴ്ച പുറത്തു പോകാൻ പറ്റില്ല, ചിലപ്പോൾ ആരെങ്കിലും ഇമ്മ്യൂണാക്കാൻ പറ്റും. അങ്ങനെ പല കഴിവുകളും, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്താക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും ഡേഞ്ചർ സോണിലാക്കാൻ പറ്റും. എന്നാൽ ഇവരുടെ കയ്യിൽ, ഈ 3 പേരുടെ കയ്യിൽ, ഷിജിൻ, പാർവതി, പ്രണവ്, ഈ 3 പേരുടെ കയ്യിൽ ഇതിനൊരു പവറായിട്ട് പെൻഡൻ കിട്ടിയിട്ടുണ്ട്. അവർ ചിലപ്പം ഗെയിം ചേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇനി റെനീഷയുടെ ആങ്കറിങ്ങിനെ കുറിച്ചിട്ട് എനിക്കും ഒരു ആവറേജ് ആങ്കറിങ് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു അവർക്ക് ബെറ്റർ ഓപ്ഷൻസ് നോക്കാമായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പേര് കമൻറ്റിൽ റെനീഷയുടെ ആങ്കറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ നെഗറ്റീവായിട്ട് തന്നെ പറയുന്നത്, കുറച്ച് പേര് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അങ്ങനെ വളരെ മോശമായിട്ടൊന്നും തോന്നിയില്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഒരു ഇതായിരിക്കാം, പക്ഷേ എനിക്ക് കുഴപ്പമില്ല അതായിട്ടാണ് തോന്നിയത്. ബാക്കി ഇനി ഏത് ആങ്കറാണ്, ചിലർ പറഞ്ഞു രഞ്ജിനീനെ ആങ്കറായിട്ട് വെക്കണമെന്ന്. പക്ഷേ രഞ്ജിനി ജഡ്ജായിട്ട് സൂപ്പറായിട്ടുണ്ട്. കാര്യം രഞ്ജിനി പല സമയത്തും ആ ഷോയിനെ, ആ എപ്പിസോഡിനെ കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതിനകത്ത് വേറെ ആര് ആങ്കർ ആവാം, അല്ലെങ്കിൽ റെനീഷയുടെ കൂടെ ഒരാളും കൂടി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മീനാക്ഷി
ഡെയിനെ പോലെ അങ്ങനെ ഉള്ള പോലെ ഒരാളും കൂടെ സപ്പോർട്ടായിട്ടുണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.